ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. ലാലേട്ടൻ നമ്മളുടെ ഹൗസ് മേറ്റ്സിനെയൊക്കെ കണ്ടു, ഒരാഴ്ച നടന്ന കാര്യങ്ങളൊക്കെ വിശദമായി ചോദിച്ചു, അതിനുള്ള മറുപടിയും പണികളും എല്ലാം കൊടുത്തു. അപ്പം നിങ്ങളെല്ലാവരും ആ ഒരു എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ഈ ഒരു 6 സീസൺസിനേക്കാളും കുറച്ചും കൂടെ അടിപൊളി ഒരു സീസൺ തന്നെ ആയിരിക്കും ഈ ഒരു സീസൺ 7 തോന്നുന്നുണ്ട്. കാരണം ലാലേട്ടൻ കുറച്ചധികം സോഫ്റ്റ് ആയിട്ടും കാമായിട്ടും ഒക്കെ സംസാരിക്കുന്ന മോനെ മോളെ എന്നൊക്കെ വിളിച്ചുള്ള സംസാരവും അവരുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ കേൾക്കാനൊക്കെ നിന്നായിരുന്നു. പക്ഷെ ഇത്തവണ നമ്മുടെ ലാലേട്ടൻ ശരിക്കും ബിഗ് ബോസ് പറഞ്ഞ പണി തന്നെയാണ് ലാലേട്ടൻ എടുക്കുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, പ്രതികരിച്ചില്ലെങ്കിൽ ലാലേട്ടന് വരെ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ലാലേട്ടൻ പ്രതികരിക്കാൻ തുടങ്ങി എന്നുള്ളതിന്റെ സൂചനയുമായിട്ട് നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡ്, സാറ്റർഡേത്തെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരുന്ന പോലെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ലാലേട്ടൻ്റെ ലുക്കൊക്കെ പൊളി, അടിപൊളി, ഒന്നും പറയാനല്ലേ. മുണ്ടൊക്കെ ഉടുത്ത് മറ്റേ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു. ആ ഒരു പുലിമുരുകന്റെ ആ ഒരു ലുക്കൊക്കെ തോന്നി. പക്ഷേ ഷർട്ടൊക്കെ സൂപ്പറായിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ടുള്ള എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ. അപ്പോൾ ലാലേട്ടനെ കുറിച്ച് പറഞ്ഞ് ഇനി നമ്മളുടെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഡിസ്കസ് ചെയ്തെന്നുള്ളത്. മെയിൻ വിഷയം നമ്മളുടെ രേണുസുധിന്റെയും അക്ബർ ഖാന്റെ ആ ഒരു ഓമനപ്പേരിടുന്ന ആ ഒരു ടാസ്കിലെ കാര്യങ്ങളായിരുന്നു. സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് ശരിയായില്ല. സോ അതിനുള്ള പണി ലാലേട്ടൻ എന്തായാലും വഴിയെ കൊടുക്കും. കാരണം ഒരാഴ്ചൻ്റെ ഉള്ളിൽ രേണുവിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം, അതാണ് ടാസ്ക്. ഓക്കെ, അക്ബർ അതിന് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കാരണം പുള്ളിക്കാരന് നല്ലോണം കളിക്കാനൊക്കെ അറിയാം, നല്ല കളിയൊക്കെ പഠിച്ച് വന്നിട്ടുള്ള ആളാണ്. പിന്നെ നമ്മുടെ ആദില നൂറയ്ക്ക് കിട്ടിയ പേര് അടിപൊളിയാണെങ്കിലും ആദില നൂറ കൊടുത്ത പേര് വന്നിട്ട് ഭയങ്കര മോശമായിട്ടുള്ള ഒരു പേരായിരുന്നു അല്ലെ. അപ്പോൾ അതിനുള്ള അതും നല്ല രീതിയിൽ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണെന്ന്. അവരൊരു കൂസലില്ലാതെ ആ പേരിട്ടതിൽ അവർ സന്തോഷത്തോടെയാണ് അവരിപ്പോഴും നിൽക്കുന്നത്. പക്ഷെ കിട്ടിയ ആൾക്കും വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ അനീഷിനും വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ അനീഷ് കളിക്കുന്നത് അവരുടെ ഇഷ്ടത്തിനല്ല എന്നുള്ളതിന് മറുപടി കൊടുത്ത് ലാലേട്ടൻ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ. അപ്പോൾ നമ്മളെ തൃപ്തിപ്പെടുത്തി തന്നെ എല്ലാവരും കളിക്കുന്നില്ല, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പോലെ കളിക്കാനല്ലല്ലോ അവരെല്ലാവരും വന്നിട്ടുള്ളത്. ഇപ്പം 19 പേരുണ്ടെങ്കിൽ 19 പേരും 19 തരത്തിലുള്ള ആൾക്കാരായിരിക്കും അല്ലെ. അപ്പോൾ ഒരാള് എങ്ങനെയാവണോ അതിനെ നമ്മൾ അഡാപ്റ്റീവ് ആവുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ എനിക്ക് ഇഷ്ടപോലെ നിങ്ങൾ പെരുമാറണം എന്നുള്ളതൊന്നും ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ എന്തായാലും സാധ്യമല്ല. അപ്പൊ അത് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ രേണുസുധിന്റെ കാര്യം, അതല്ലാതെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്കും ഒരു പണി കിട്ടുന്നുണ്ട്. ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് ലൈവ്, അതായത് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് ആ ക്യാമറയോ ഫോണോ ആ ലൈവ് കറക്റ്റായിട്ട് എന്താ പറയാ നമ്മുടെ യൂട്യൂബിൽ ലൈവ് ഇടുകയാണ്, ലൈവ് സ്ട്രീം ചെയ്യാണ്. കാരണം ഞാൻ എന്നിട്ട് അതിൻ്റെ അടിയിൽ പോയിട്ട് ഞാൻ കമന്റ് ചെയ്തായിരുന്നു, നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടും, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഒരുപാട് വീഡിയോസ് ഇതുപോലെ, അതായത് നമ്മുടെ ബിഗ് ബോസിന്റെ ലൈവിന്റെ വീഡിയോസ് തന്നെ അവര് ശരിക്കും എടുത്തിട്ട് നമ്മുടെ ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്ത് ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ എന്തായാലും കരുതിയിരിക്കുക, എല്ലാവർക്കും പണി കിട്ടും. കാരണം വേറെ ഒന്നുമല്ല, ഇതൊക്കെ പോളിസിക്ക് ഭയങ്കര എതിരാണ്. സോ അങ്ങനെ എന്തായാലും ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോ വീട്ടിൽ നടന്ന കാര്യങ്ങൾ നമ്മളിവിടെ വന്നിട്ട് സൂചനകൾ കൊടുക്കുന്നു എന്നാണ്. അപ്പൊ പ്രേക്ഷകർക്ക് അത് കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. ഇപ്പൊ ഞാൻ വന്നിരുന്ന് ഇവിടെ പറയാണ്, അല്ലാണ്ട് ഞാൻ ഇവിടെ ഒരു ക്ലിപ്പിംഗ്സോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാം കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ കാര്യങ്ങൾ ഞാനിപ്പോൾ എൻ്റെ ഈ സൈഡിൽ കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെയാ നടന്നതെന്ന് പറയുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ വാഗൊണ്ട് പറയുന്നത്. അപ്പോൾ ആൾക്കാർക്ക് അത് കാണാൻ വേണ്ടിയിട്ട്, എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്ക് പണി കിട്ടും. പിന്നെ രേണു ചേച്ചിന്റെ ആ വീഡിയോ പൊക്കി മക്കളെ, ബിഗ് ബോസ് പൊക്കി. കാരണം PR അതിനെക്കുറിച്ച് പുറത്ത് ഭയങ്കര ചർച്ചയായി അല്ലെ. ഞാൻ കുറെ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു. അപ്പോ അത് ലാലേട്ടനും ചോദിക്കുന്നുണ്ട്, ഇതിപ്പോ എങ്ങനെയാ രേണുവിന്റെ കയ്യിൽ ഫോൺ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ആൾക്കാരെ വിടുന്നുണ്ട് അവിടെ തെരഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട്. കാരണം രേണു ഒളിപ്പിച്ച് മറ്റോ വെച്ചിട്ട് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുത്തിട്ടതാണോ എന്നുള്ളത്. കാരണം അതെങ്ങനെ സാധിക്കുന്നു അല്ലെ. ഒരാൾ ഫസ്റ്റ് വീക്ക് എലിമിനേഷനിൽ വന്നിട്ടുണ്ട്, അതായത് നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് മുൻകൂട്ടി കണ്ട് മുൻകൂട്ടി ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്.
അത് മേ ബി എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനെ ആരോ ഈ പറഞ്ഞത് ഈ സംഭവം നമ്മുടെ ചോദ്യം ചെയ്യലും ലാലേട്ടൻ കഴിഞ്ഞതിന് ശേഷം എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രേണുസുതി ക്യാമറ മുന്നിൽ പോയിട്ട് ഏത്തയിടുന്നുണ്ട്, 10 തവണ ഏത്തയിടുന്നുണ്ട്, സോറി പറയുന്നുണ്ട്. അതുപോലെ തന്നെ കസിനാണ് ഇത് ചെയ്തത്, അപ്പൊ കസിനോട് ഇനി ആ പണിയൊക്കെ നിർത്താൻ വേണ്ടി പറയുന്നുണ്ട്. സംഭവം എന്താ സത്യം ഏതാന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും വേണ്ടില്ല, മേ ബി അവർ അറിവോട് കൂടി ചെയ്ത കാര്യമാണ്, അത് സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ ഇങ്ങനെ പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല അല്ലെ. ഇപ്പൊ വേറെ എല്ലാവരും ഇതുപോലെ ഓരോ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടോ, ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, അങ്ങനെ ഓരോ വീക്കായിട്ടും ചോദിക്കുന്നുണ്ട്. അപ്പൊ വേറെ ആരും തന്നെ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ വോട്ട് ചോദിക്കാം, ഓക്കെ, അത് നല്ല കാര്യമാണ്, അതില്ല എന്ന് പറയില്ല. പക്ഷെ ഞാൻ ഫസ്റ്റ് വീക്കിൽ തന്നെ നോമിനേഷനിൽ വന്നിട്ടുണ്ട്, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി ബിഗ് ബോസ് ഹൗസിലുള്ള ആള് ദേ പുറത്ത് വീഡിയോ ഇങ്ങനെ ലീക്ക് ആകുമ്പോൾ ആർക്കാണെങ്കിലും സംശയം ഉണ്ടാവില്ലേ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, അതായത് ലൈവില് വരുന്നതിന് മുന്നേ, അതായത് ലൈവ് നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അതായത് ഇന്നലത്തെ സാധനം നമുക്ക് ഇന്നാ കാണിക്കുന്നത്, എഡിറ്റ് ചെയ്തിട്ടുള്ള വേർഷനാണ് ലൈവിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അവിടെ എന്താണ് സംഭവം, ഇപ്പൊ എവിക്ഷൻ നടന്നിട്ടുണ്ട്, ഇന്നലെ തന്നെ എവിക്ഷൻ ഒക്കെ നടന്നു. അത് ആരാന്നുള്ളത് ഓൾറെഡി പുറത്ത് വന്നു കഴിഞ്ഞു. എപ്പിസോഡ് കാണാതെ തന്നെ, ലൈവ് ഇല്ല, സാറ്റർഡേ സൺഡേ നമുക്ക് ലൈവ് ഇല്ല, എന്നിട്ട് പോലും സോഷ്യൽ മീഡിയയിൽ ആരാണ് എവിക്റ്റ് ആയി എന്നുള്ള പേര് വരെ വന്നു, ഫോട്ടോ ഉൾപ്പെടെ വന്നു കഴിഞ്ഞു. അത് വരാൻ കാരണം ആരാണ്? ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലുള്ള, അതായത് ടെക്നിക്കൽ ടീം, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ടീംസിന്റെ കയ്യിൽ നിന്നാണ് ഇത് ലീക്ക് ആവുന്നത്. അപ്പൊ അത് നല്ല രീതിയിൽ അവര് അവിടെ സ്ട്രിക്റ്റ് ആക്കുക, ആരാണെന്ന് കണ്ടുപിടിക്കുക, അതിന് തക്കതായിട്ടുള്ള പണിഷ്മെന്റ്സോ കാര്യങ്ങളോ കൊടുക്കുക. വേറൊന്നുമല്ല, ബാക്കിയുള്ള റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ, യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, അവർക്കൊക്കെ അത് കണ്ടന്റ് ആണ്. അതായത് ഒരു സാധനം വീണ് കിട്ടുമ്പോൾ അത് പിടിച്ച്, ഞാൻ ഉൾപ്പെടെ നമ്മൾ അതിന് കണ്ടന്റ് ആക്കി തന്നെയാണ് വീഡിയോ ഉണ്ടാക്കുക. അതായത് നമ്മൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം പെട്ടെന്ന് നമുക്കൊരു കാര്യം എവിടെയും കിട്ടാത്തൊരു കാര്യം കിട്ടുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യും. പക്ഷെ ആ സംഭവങ്ങളൊക്കെ ലീക്ക് ആവുന്നത് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അത് എന്താന്നുള്ളത് നമുക്ക് അത്ര വ്യക്തമല്ല. എന്തായാലും അത് ഏഷ്യാനെറ്റിന്റെ ടീം തന്നെ നോക്കണം. കാരണം ഈ കാര്യങ്ങളൊക്കെ വീണ് കിട്ടുന്നതുകൊണ്ടാണ് ഈ ബാക്കിയുള്ളവർ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നാണ് അത് ലീക്ക് ആവുന്നത്. അത് എങ്ങനെയാ ലീക്ക് ആവുന്നത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് അത് ശരിയാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്നു. പിന്നെ ഷാനവാസിന്റെ വീട്ടിൽ നിന്ന്, അതായത് വൈഫും മോളും ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു കോൾ ചെയ്തിട്ട്. ഷാനവാസിന് എന്തോ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരെ പൊതുവെ ബിഗ് ബോസ് ഹൗസിലേക്ക് എടുക്കാറില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഷാനവാസിനെ എടുത്തതെന്നുള്ളത് അറിയില്ല. ശരി, നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്, ഓക്കെ ആയിക്കോട്ടെ. പക്ഷെ ഹെൽത്ത് വൈസ് അയാൾ ഓക്കെ ആയിരിക്കണം. കാരണം ഒരുപാട് ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഇനി മുന്നോട്ട് വരുന്നതാണ്. നല്ല എന്താ പറയാ, ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ പുള്ളിക്കാരൻ ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ, കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പൊ ഒരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ ഫസ്റ്റ് വീക്ക് തന്നെ ഒരു ഫാമിലിയിൽ നിന്ന് കോള് വന്നിട്ട് സംസാരിക്കുന്നത്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്കി എല്ലാവരെയും, അതായത് ഈ സേഫ് ഗെയിമേഴ്സിനെയൊക്കെ ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എപ്പിസോഡ് നിങ്ങൾ എന്തായാലും എല്ലാവരും കണ്ടു കാണും. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ്. അതായത് സൺഡേ എപ്പിസോഡ് കേട്ടോ, ലാസ്റ്റ് എവിക്ഷൻ ആരാണ് എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഞാൻ പറയുന്നില്ല, നിങ്ങൾ എന്തായാലും ബിഗ് ബോസ് എന്റെ എപ്പിസോഡ് കാണും, വീക്കെൻഡ് എപ്പിസോഡ്. നമ്മുടെ ലാലേട്ടൻ തന്നെ പറയട്ടെ. അപ്പൊ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത അതിലെ ഒരാൾ തന്നെയാണ് പ്രാവശ്യം പുറത്തു പോകുന്നത്. ഒരുപാട് ആഗ്രഹിച്ചിട്ട് വന്ന ഇതാണ് ഈ ഒരു ഷോയിലേക്ക്. പക്ഷെ എന്തോ പുള്ളിക്ക് വിചാരിച്ച പോലെ ഒന്ന് ഇൻപുട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മേ ബി അതുകൊണ്ടായിരിക്കാം. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും എല്ലാം ഗെയിം സ്പിരിറ്റിൽ എടുത്ത് പോവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ, നാളെ ലൈവിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വരാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.